Good morning all. Today we are discussing data models in database. ഡാറ്റാബേസിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ മോഡൽസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിക്ക് മുന്നേ എന്താണ് ഡാറ്റ മോഡൽസ് എന്ന് നോക്കാം. ഡാറ്റ മോഡൽസ് ഡിഫൈൻ ഹൗ ദ ലോജിക്കൽ സ്ട്രക്ചർ ഓഫ് എ ഡാറ്റാബേസ് ഈസ് മോഡൽ. നമ്മളുടെ ഡാറ്റാബേസ് എങ്ങനെയാണ് ലോജിക്കലി സ്ട്രക്ചേർഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ മോഡലാണ് ഡാറ്റ മോഡൽസ്. അതായത് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആകുമ്പോൾ എങ്ങനെയാണ് ആ ഡീറ്റെയിൽസ് കീപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതായത് സ്റ്റുഡൻറ്റിൻ്റെ കേസ് ആകുമ്പോൾ അതിൻ്റെ റോൾ നമ്പർ, നെയിം, മാർക്ക് അങ്ങനെയൊക്കെ ആവാം. അതേപോലെ വേറൊരു കേസ് വരുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കേസ് വരുമ്പോൾ CSE, ഇംഗ്ലീഷ് അങ്ങനെയൊക്കെ ആകുമ്പോൾ അപ്പോൾ അതൊക്കെ തമ്മിൽ എങ്ങനെയാണ് ലോജിക്കലി കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നൊക്കെ കാണിക്കുന്ന മോഡലാണ് ഡാറ്റ മോഡൽസ്. Data models are fundamental entities to introduce abstraction in database system, management system. DBMSൻ്റെ അബ്സ്ട്രാക്ഷൻ ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ എൻറ്റിറ്റീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മളുടെ ഡാറ്റ മോഡൽസ്. അതായത് ഡാറ്റ മോഡൽസ് ആണ് നമ്മളുടെ DBMSൻ്റെ അബ്സ്ട്രാക്ഷൻ, ഇങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. ഓക്കെ, data models define how data is connected to each other and how they are processed and stored inside the system. ഈ ഡാറ്റ മോഡൽസ് ആണ് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഡാറ്റ കണക്ട് ചെയ്തിട്ടുള്ളത്, അതേപോലെ എങ്ങനെയാണ് അത് പ്രോസസ്സ് ചെയ്യുന്നത്, അതേപോലെ എങ്ങനെയാണ് അത് സിസ്റ്റത്തിനകത്ത് സ്റ്റോർ ചെയ്ത് തരുന്നത് എന്നതിൻ്റെയൊക്കെ ഒരു അബ്സ്ട്രാക്ഷൻ നമുക്ക് തരുന്നത് ആരാണ്? ഡാറ്റ മോഡൽസ് ആണ്. അതായത് നമുക്ക് ഈ ഡാറ്റ മോഡൽസ് കണ്ടാൽ തന്നെ ഒരു ഇങ്ങനെയൊക്കെയാണ് അത് കണക്റ്റഡ് ആയിട്ടുള്ളത് എന്നൊക്കെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഡാറ്റ മോഡൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു പല ടൈപ്സ് മോഡലിംഗ് പോസിബിളാണ്. മാത്രമല്ല എന്താണ് ഈ മോഡലിംഗ് ചെയ്യുന്നത്, ജസ്റ്റ് നമുക്കൊരു ഐഡിയ തരും, അബ്സ്ട്രാക്ഷൻ. അതായത് ഇങ്ങനെയൊക്കെയാണ് ഈ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നത്, അതായത് ഇങ്ങനെയൊക്കെയാണ് ഈ ഡാറ്റാസ് കണക്ട് ചെയ്യുന്നത് എന്നൊക്കെയുള്ളൊരു ഐഡിയ നമുക്ക് തരും. അത്രേ ഡാറ്റ മോഡൽസ് കൊണ്ട് മനസ്സിലാക്കേണ്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ മോഡൽസ് നോക്കാം. ഹൈറാർക്കിക്കൽ മോഡൽ. In hierarchical model, a hierarchical relation is formed by collection of relations and forms like a tree structure. നമ്മൾ ട്രീ സ്ട്രക്ചർ പഠിച്ചില്ലായിരുന്നു ഡാറ്റ സ്ട്രക്ചേഴ്സിനകത്ത്. അപ്പോൾ അതേപോലെ ട്രീ സ്ട്രക്ചർ പോലെയാണ് നമ്മളുടെ ഹൈറാർക്കിക്കൽ മോഡലിനകത്ത് നമ്മൾ ഡാറ്റാസ് കീപ്പ് ചെയ്യുന്നത്. ദ റിലേഷൻഷിപ്പ് ക്യാൻ ബി ഡിഫൈൻഡ് ഇൻ ദ ഫോം ഓഫ് പാരൻറ്റ് ചൈൽഡ് ടൈപ്പ്. അപ്പോൾ റിലേഷൻഷിപ്പ് ട്രീ സ്ട്രക്ചറാണെങ്കിൽ എങ്ങനെയാണ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നത്? ഏറ്റവും ഫസ്റ്റ് ഒരു പാരൻറ്റിന് കൊടുക്കും, റൂട്ട് നോഡിന് കൊടുക്കും, പിന്നെ അതിൻ്റെ ചൈൽഡ് കൊടുക്കും, പിന്നെ അതിൻ്റെ ചൈൽഡ്, അങ്ങനെയാണല്ലോ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത്തരം ടൈപ്പ് ഓഫ് മോഡലാണ് ഹൈറാർക്കിക്കൽ മോഡൽ. വൺ ഓഫ് ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് പോപ്പുലർ ഹൈറാർക്കിക്കൽ മോഡൽ ഈസ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം IMS. ഇറ്റ്സ് ഡെവലപ്ഡ് ബൈ IBM. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് പോപ്പുലറായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഹൈറാർക്കിക്കൽ മോഡലാണ് IMS. അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് IBM ആണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഹൈറാർക്കി ഷോസ് ആൻ എംപ്ലോയി ക്യാൻ ബി an intern on contract or full time. Sub levels show the full time employee can be hired as a writer, senior writer or editor. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. അപ്പോൾ എക്സാമിന് ചോദിക്കുമ്പോൾ ഡാറ്റ മോഡൽ എന്താണെന്ന് പറയുക, ജസ്റ്റ് ഒരു DBMSൻ്റെ അബ്സ്ട്രാക്ഷൻ കാണിക്കുന്ന, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ലോജിക്കൽ സ്ട്രക്ചറാണ് ഡാറ്റ മോഡൽ എന്ന് എഴുതുക. പിന്നെ അതിൻ്റെ ടൈപ്സ് ഒക്കെ പറയാം. ഹൈറാർക്കിക്കൽ മോഡൽ ട്രീയിലേക്ക് സ്ട്രക്ചറാണ്. പിന്നെ അത് റിലേഷൻഷിപ്പ് എങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നത്, പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പാണ് ഫസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ള പോപ്പുലർ ഒരു ഹൈറാർക്കിക്കൽ മോഡലാണ് IMS. അത് ഡെവലപ്പ് ചെയ്ത് IBM. അങ്ങനെയൊക്കെ പോയിന്റ് നിങ്ങൾക്ക് തന്നെ എലാബറേറ്റ് ചെയ്ത് കഴിയാൻ കഴിയും. നമ്മൾ ജസ്റ്റ് കൺസൈസ്ഡ് ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്, ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എലാബറേറ്റ് ചെയ്ത് എഴുതാൻ കഴിയും. കാരണം ഡാറ്റ മോഡൽസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫിഗർ. എംപ്ലോയി പാരൻ്റായി വന്നു, ഇൻറ്റേൺ, കോൺട്രാക്ട്, ഫുൾ ടൈം ഒക്കെ അതിൻ്റെ ചൈൽഡായിട്ട് ചിൽഡ്രനായിട്ട് വന്നു. പിന്നെ ഫുൾ ടൈമിൻ്റെ ചിൽഡ്രൻ ആയിരിക്കേണ്ട റൈറ്റർ, സബ് റൈറ്റർ, എഡിറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചറാണ് ഹൈറാർക്കിക്കൽ മോഡൽ. അപ്പോൾ ഹൈറാർക്കിക്കൽ മോഡൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ മൈൻഡിലേക്ക് വരുന്ന ഒരു ട്രീ സ്ട്രക്ചർ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ റിലേഷൻഷിപ്പൊക്കെ കൊണ്ടുവരാൻ കഴിയും. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഫോണ്ട് ചെറുതാണ്, ബുദ്ധിമുട്ടാണ് തോന്നണം, ഇങ്ങോട്ട് സൂം ചെയ്ത് കൊടുത്താൽ മതി. കാരണം ഞാൻ അഡ്വാൻറ്റേജ് ഒറ്റ പേജ് വന്നിട്ട് സ്ലൈഡ് കുറേ ലെങ്തി ആയി പോകും തോന്നിയുകൊണ്ടാണ് ഇനി ആക്കി കൊണ്ടുവന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സൂം ചെയ്ത് നോക്കിയാൽ മതി. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അഡ്വാൻറ്റേജസ്: ദ ഡിസൈൻ ഓഫ് ദ ഹൈറാർക്കിക്കൽ മോഡൽ ഈസ് സിമ്പിൾ. ഇതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ വെരി സിമ്പിളാണ്. നമ്മൾ കണ്ടല്ലോ ഫിഗറിൽ, ജസ്റ്റ് ഒരു പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് ഒരു ട്രീ സ്ട്രക്ചറാണ്. പ്രൊവൈഡ് ഡാറ്റ ഇൻറ്റഗ്രിറ്റി സിൻസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ്. ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഡാറ്റ ഇൻറ്റഗ്രിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കാരണം ഒരു പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പാണ് ഇത് കൊണ്ടുപോകുന്നത്. ഡാറ്റ ഷെയറിംഗ് ഈസ് ഫീസിബിൾ സിൻസ് ദ ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ എ സിംഗിൾ ഡാറ്റാബേസ്. നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ഒരു സിംഗിൾ ഡാറ്റാബേസിലായതുകൊണ്ട് ഡാറ്റ ഷെയറിംഗ് ഒക്കെ ഫീസിബിളാണ്, പോസിബിളാണ്.
ഈവൻ ഫോർ ലാർജ് വോളിയൂംസ് ഓഫ് ഡാറ്റ ദിസ് മോഡൽ വർക്ക്സ് പെർഫെക്റ്റ്ലി. ഇനി ലാർജ് വോളിയം ഓഫ് ഡാറ്റ ആയാലും ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ ആയാലും ഒക്കെ ശരി, ഇത് കുഴപ്പമില്ലാതെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. ഡിസഡ്വാൻറ്റേജസിൻ്റെ കേസ് വരുമ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ ഈസ് കോംപ്ലക്സ്. ഇത് മോഡൽ കഴിഞ്ഞ് ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലേക്ക് വരുമ്പോഴേക്കും ഇത് കോംപ്ലക്സ് ആയിട്ട് മാറും. ദിസ് മോഡൽ ഹാസ് ടു ഡീൽ വിത്ത് അനോമലീസ് ലൈക്ക് ഇൻസേർട്ട്, അപ്ഡേറ്റ് ആൻഡ് ഡിലീറ്റ്. ഇൻസേർഷൻ, അപ്ഡേഷൻ, നമ്മൾ മോഡിഫിക്കേഷൻസും ചേഞ്ചസും ഒക്കെ വരുത്തുമ്പോൾ ഇതിനകത്ത് ഒരുപാട് അനോമലീസ്, അതായത് എന്തെങ്കിലും ക്രമക്കേടുകളും ഇഷ്യൂസൊക്കെ ഈ ഡ്യൂപ്ലിക്കേറ്റ്സൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. Then maintenance is difficult since changes done in the database may want you to do changes in the entire database structure. ഇതിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ടാണ്. കാരണം ഇതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എൻ്റെ ഡാറ്റാബേസ് സ്ട്രക്ചറിൽ തന്നെ ചേഞ്ചസ് കൊണ്ടുവരേണ്ട ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ ഹൈറാർക്കിക്കൽ മോഡൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ട്രീ സ്ട്രക്ചർ അത്ര മനസ്സിലാക്കിയാൽ മതി. പാരൻ്റ് ഉണ്ട്, ചൈൽഡ് ഉണ്ട്, അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പാണ് അത് കൊണ്ടുവരുന്നത്. ഓക്കെ, ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ഒന്ന് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെയൊക്കെ സിമ്പിളാക്കി പറയുന്നത്. ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി അത് വെച്ച് നിങ്ങൾക്ക് എലാബറേറ്റ് ചെയ്ത് എഴുതാൻ കഴിയും. ഇനി പഠിക്കാൻ ടൈം കിട്ടാത്തവരാണെങ്കിലും ശരി. നെക്സ്റ്റ് കേസാണ് നെറ്റ്വർക്ക് മോഡൽ. സെക്കൻഡ് പോയിൻ്റാണ് നെറ്റ്വർക്ക് മോഡൽ. ദ ഹൈറാർക്കിക്കൽ മോഡൽ ക്രിയേറ്റ്സ് ഹൈറാർക്കിക്കൽ ട്രീ വിത്ത് പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ്, വേഴ്സ് ദ നെറ്റ്വർക്ക് മോഡൽ ഹാസ് ഗ്രാഫ് ആൻഡ് ലിങ്ക്സ്. നമ്മൾ ഗ്രാഫും പഠിച്ചതാണ് DS-നകത്ത്. അത്തരം റിലേഷൻഷിപ്പാണ് നെറ്റ്വർക്ക് മോഡലിനകത്തുള്ളത്. ദ റിലേഷൻഷിപ്പ് ക്യാൻ ബി ഡിഫൈൻഡ് ഇൻ ദ ഫോം ഓഫ് ലിങ്ക്സ് ആൻഡ് ഇറ്റ് ഹാൻഡിൽസ് many to many relationship. This itself states that a record can have more than one parent. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹൈറാർക്കിക്കലിൻ്റെ കേസ് വന്നപ്പോൾ അതെന്തായിരുന്നു, പാരൻറ്റ് ചൈൽഡ് റിലേഷൻ ആയിരുന്നു, അതൊരു ട്രീ സ്ട്രക്ചർ ആയിരുന്നു. പക്ഷേ നെറ്റ്വർക്കിൻ്റെ കേസ് വന്നപ്പോൾ അതൊരു ഗ്രാഫ് സ്ട്രക്ചറാണ്. ഗ്രാഫും ലിങ്കൊക്കെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ റിലേഷൻഷിപ്പ് ഫോം ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ലിങ്കൊക്കെ യൂസ് ചെയ്തിട്ടാണ്. മെനി ടു മെനി റിലേഷൻഷിപ്പ് അപ്പോൾ പോസിബിളാണ്. വൺ ടു മെനി, മെനി ടു മെനി എന്ന് പറഞ്ഞ പോലെ ഒന്നിൽ നിന്ന് തന്നെ കുറേ റിലേഷൻഷിപ്പൊക്കെ പോസിബിളാണ്. ദിസ് ഇറ്റ്സെൽഫ് സ്റ്റേറ്റ്സ് ദാറ്റ് എ റെക്കോർഡ് ക്യാൻ ഹാവ് മോർ ദാൻ വൺ പാരൻറ്റ്. അതുകൊണ്ട് തന്നെ ഒരു റെക്കോർഡിന് ഒന്നിൽ കൂടുതൽ പാരൻ്റ് ഉണ്ടാവും, റിലേഷൻഷിപ്പ് കൂടുതലായിരിക്കും. ഇതാണ് അതിൻ്റെ ഫിഗർ, നെറ്റ്വർക്ക് മോഡലിൻ്റെ ഫിഗറാണിത്. എംപ്ലോയി ഇവിടെ ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിന് എല്ലാ എംപ്ലോയീസിനായിട്ട് റിലേഷൻ വരും, ഈ ഡിപ്പാർട്ട്മെൻറ്റിനും എല്ലാ എംപ്ലോയീസ്, അങ്ങനെ വരുന്ന ഒരു അവസ്ഥയൊക്കെയാണ്, അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ഒരു മോഡലിനാണ് നമ്മൾ നെറ്റ്വർക്ക് മോഡൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നെറ്റ്വർക്ക് മോഡൽ ചോദിക്കുമ്പോൾ ഈ ഫിഗറും കൂടി ഇൻക്ലൂഡ് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഷുവറാണ്. അതേപോലെ ഹൈറാർക്കിക്കൽ മോഡൽ ചോദിക്കുമ്പോൾ ആ ഫിഗർ, കാരണം സിമ്പിളായിട്ടുള്ള ഫിഗറുകളല്ലേ, നിങ്ങൾ സാമ്പിൾ വെച്ചിട്ട് ഇതന്നെ പേരൊന്നും ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട. ജസ്റ്റ് ഈ ഒരു ഫിഗറിൽ പേരുകളൊന്നൊക്കെ മാറ്റി കൊടുത്ത് എനിക്ക് ഇഷ്ടമുള്ള രാമുന്നോ ദാമുന്നോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന പേരുകളോ എന്തായാലും ഓക്കെ, ഇതാണ് മോഡൽ എന്ന് മനസ്സിലാക്കി തരാൻ, കൺവേ ചെയ്താൻ കഴിഞ്ഞാൽ മതി. ഓക്കെ, ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് ഒന്ന് നോക്കാം. ഈസി ടു ഡിസൈൻ ദ നെറ്റ്വർക്ക് മോഡൽ. ഡിസൈൻ ചെയ്യാൻ ഈസിയാണ്. ദ മോഡൽ ക്യാൻ ഹാൻഡിൽ വൺ ടു വൺ, വൺ ടു മെനി, മെനി ടു മെനി റിലേഷൻഷിപ്പ്. ഇത്രയും ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പൊക്കെ നമ്മളുടെ നെറ്റ്വർക്ക് മോഡലിൽ പോസിബിളാണ്. ഇറ്റ് ഐസൊലേറ്റ്സ് ദ പ്രോഗ്രാം ഫ്രം അതർ ഡീറ്റെയിൽസ്. മറ്റ് ഡീറ്റെയിൽസിൽ നിന്നൊക്കെ നമ്മുടെ പ്രോഗ്രാമിനെ ഐസൊലേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ ഈ ഒരു സിസ്റ്റത്തിന് കഴിയും. ബേസ്ഡ് ഓൺ സ്റ്റാൻഡേർഡ്സ് ആൻഡ് കൺവെൻഷൻ. ഒരുപാട് സ്റ്റാൻഡേർഡ്സൊക്കെ കീപ്പ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. Then disadvantages. Pointers bring complexity since records are based on the pointers and graphs. ഇതിൻ്റെ പോയിൻറ്റേഴ്സ് കോംപ്ലക്സിറ്റി ലെവലിലേക്ക് എത്തും എപ്പോൾ റെക്കോർഡ്സൊക്കെ ബേസ് ചെയ്യുന്നത് പോയിൻറ്റേഴ്സ് ആൻഡ് ഗ്രാഫ് ലിങ്ക് യൂസ് ചെയ്തിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ വരുമ്പോൾ അത് പലപ്പോഴും കോംപ്ലക്സിറ്റി എന്നൊരു ലെവലിലേക്ക് എത്തും. ഇപ്പോൾ ഇത്രയും ഡാറ്റ ആയപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ല, ഫിഗറിൽ കണ്ടില്ല, ഒരുപാട് ലിങ്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യുന്ന പോയിൻറ്റേഴ്സ്. അപ്പോൾ പിന്നെ എന്തായാലും ഹ്യൂജ് എമൗണ്ട് ആകുമ്പോൾ അത് കോംപ്ലക്സിറ്റി കൂടും. Changes in the database isn't easy. That makes it hard to achieve structural independence. ഇതെന്നാൽ ചേഞ്ചസ് വരുത്തുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഈസി, ഡിഫിക്കൽട്ടാണ്. മാത്രമല്ല സ്ട്രക്ചറൽ ഇൻഡിപെൻഡൻസിനെ അച്ചീവ് ചെയ്യുക എന്ന് പറഞ്ഞാലും ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൽട്ട്. കാരണം ഒക്കെ ഡിപ്പെൻഡ് ആയിട്ടാണ് ഇവിടെ കിടക്കുന്നത്, നമുക്ക് കാണുന്നുണ്ടല്ലോ. അപ്പോൾ സ്ട്രക്ചറൽ ഇൻഡിപെൻഡൻസി കൊണ്ടുവരാനും നമുക്ക് കഴിയാതെ പോകും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ ഹൈറാർക്കിക്കൽ മോഡൽ പറഞ്ഞു ട്രീ സ്ട്രക്ചർ. നെറ്റ്വർക്ക് മോഡൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വരേണ്ടത് ഗ്രാഫ് സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയും. ഓക്കെ, പിന്നെ ഈ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തൊന്ന് എലാബറേറ്റ് ചെയ്ത് എഴുതിയാൽ ഫുൾ മാർക്ക് ഷുവറാണ്. എസ്സേ ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ ഷോർട്ട് എസ്സേക്കൊക്കെ വരാവുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഇനിയാണ് നമ്മളുടെ റിലേഷൻ മോഡലിനെ കുറിച്ച് പറയാൻ പോകുന്നത്. റിലേഷൻ മോഡൽ ഗ്രൂപ്പ് ഡാറ്റ ഇൻറ്റു വൺ ഓർ മോർ ടേബിൾസ്. റിലേഷൻ മോഡലിനകത്ത് നമ്മൾ ഡാറ്റനെ ഗ്രൂപ്പ് ചെയ്യുന്നത് ഒന്നിൽ കൂടുതലോ ടേബിളുകളായിട്ടാണ്. ദീസ് ടേബിൾസ് ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ യൂസിങ് കോമൺ റെക്കോർഡ്സ്. ഈ ടേബിൾസൊക്കെ നമ്മൾ എന്തെങ്കിലും കോമൺ റെക്കോർഡ് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം. റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നത് ഇത്രയും കോമൺ ആയിട്ട് എന്തെങ്കിലും ഡാറ്റ ഉണ്ടാകും, അത് വെച്ച് നമ്മൾ റിലേഷൻഷിപ്പ് ഉണ്ടാകും. ദ ഡാറ്റ ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ദ ഫോം ഓഫ് റോസ് ആൻഡ് കോളംസ്. ഡാറ്റയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് റോസും കോളംസും ആയിട്ടാണ്. ദാറ്റ് ഈസ് ടേബിൾസ്. ഇതാണ് ഒരു ഫിഗർ. കോളംസ് കണ്ടോ, അതേപോലെ റോസൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യട്ടോ. നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് എഴുതിയാൽ ഇറ്റ് വിൽ ബി ഈസി. ഓക്കെ,
ഞാൻ അങ്ങനെ കൊടുത്തപ്പോൾ അങ്ങനെ വന്നതാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇനി ഇങ്ങനൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ സൊല്യൂഷൻ ഉണ്ടാക്കി തരാം കേട്ടോ. പറയണം, അപ്പോഴേ നമുക്ക് സൊല്യൂഷൻ ഉണ്ടാക്കി തരാൻ കഴിയും. എക്സാമ്പിൾ. Let us see an example of two relations, employee and department linked to each other with department ID which is foreign key of employee table and primary key to department table. ഇവിടെ 2 ടേബിൾ ഉണ്ട്. ഇത് എംപ്ലോയി ടേബിളാണ്, ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളാണ്. അപ്പോൾ ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ ഇവിടെ രണ്ടാൾക്കും കൂടെയുള്ള കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ നോക്കുക. ഉണ്ടല്ലോ, ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി എംപ്ലോയിക്കും ഡിപ്പാർട്ട്മെൻറ്റിനും കോമൺ ആണ്. കണ്ടോ, ഇതും സെയിം ആണ്. അപ്പോൾ ഇവർ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത് ഈ ഒരു ഐഡിയ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഐഡിയയിൽ ഇവിടെയുള്ള ഈ ഐ ഡി എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫോറിൻ കീ ആണ്. അപ്പോൾ ഈ എംപ്ലോയി എന്ന് പറഞ്ഞ ടേബിളിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഫോറിൻ കീ, ഈ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന ടേബിളിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പ്രൈമറി കീ ആണ് ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇതിൻ്റെ ഡാറ്റയൊക്കെ നോക്കിയാൽ ഇതിനകത്ത് യൂണീക്കായിട്ടുള്ള ഡാറ്റ എന്ന് പറഞ്ഞാൽ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി ആണ്. അതാണ് അതിൻ്റെ പ്രൈമറി കീ. അപ്പോൾ ഈ പ്രൈമറി കീയും ഫോറിൻ കീയും തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, ഇവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു റിലേഷണൽ ഡാറ്റാബേസിനകത്ത് നമ്മൾ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാനുള്ള ഒരു ഫിഗറാണിത്. എംപ്ലോയിൻ്റെ ടേബിൾ, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടേബിൾ, ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി വെച്ചിട്ടാണ് അവർ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നത്. കാരണം എന്താണ്, രണ്ടും സെയിം ആണ്. അപ്പോൾ വെച്ച് അവർ കണക്ഷൻ ഉണ്ടാക്കാമല്ലോ. അങ്ങനെ കണക്ഷൻ ഉണ്ടാക്കിയതാണിത്. എന്നിട്ട് ഇവിടെ ആരാളുള്ളത്, ഇത് ഫോറിൻ കീ ആണ് ഐ ഡി. ഇവിടെ നമ്മളുടെ ഐ ഡി ആരാണ്, പ്രൈമറി കീ ആണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആക്കി മനസ്സിലാക്കാൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി ഓരോ കൺസെപ്റ്റുകൾ പറയുന്നതാണ്. നെക്സ്റ്റ് എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം, ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താണ്, ദ റിലേഷണൽ മോഡൽ ഡസ് നോട്ട് ഹാവ് എനി ഇഷ്യൂ ദാറ്റ് വി സോ ഇൻ ദ പ്രീവിയസ് 2 മോഡൽസ്. അപ്ഡേറ്റ്, ഇൻസേർട്ട്, ഡിലീറ്റ് അനോമലീസ് ഹാവ് നത്തിങ് ടു ഡു ഇൻ ദിസ് മോഡൽ. റിലേഷണൽ മോഡലിൽ ഇതുവരെ മുമ്പ് കണ്ട ഹൈറാർക്കിക്കൽ മോഡൽ, നെറ്റ്വർക്ക് മോഡലൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അനോമലീസ് ഇഷ്യൂസ് അതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് ഇഷ്യൂസൊക്കെ വെരി ലെസ്സാണ്. അതായത് കുറവാണ്, ഇല്ല. കാരണം അപ്ഡേറ്റ് ചെയ്യുമ്പോൾ, ഡിലീറ്റ് ചെയ്യുമ്പോൾ, ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഒന്നും അനോമലീസ്, അതായത് ഒന്നും ക്രമക്കേടുകളെന്നൊക്കെ പറയാം. അനോമലീസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും പഠിക്കാനൊക്കെ ഉണ്ട് വേറെ മോഡ്യൂൾസിൽ. അപ്പോൾ അത്തരം ഇഷ്യൂസൊന്നും ഇതിൻ്റെ കേസിൽ വരുന്നില്ല. ചേഞ്ചസ് ഇൻ ദ ഡാറ്റാബേസ് ഡു നോട്ട് റിക്വയർ യു ടു അഫക്ട് ദ കംപ്ലീറ്റ് ഡാറ്റാബേസ്. നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താണെങ്കിൽ ഒരിക്കലും എൻ്റെ സിസ്റ്റത്തെ അല്ലെങ്കിൽ എൻ്റെ ഡാറ്റാബേസ് സിസ്റ്റത്തെ അത് ബാധിക്കുന്നേ ഇല്ല. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എ റിലേഷണൽ മോഡൽ ഈസ് ഈസി. ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും ഈസിയാണ്. ടു മെയിൻറ്റെയിൻ എ റിലേഷണൽ മോഡൽ ഈസ് നോട്ട് എ ടയർസം ടാസ്ക്. ഇത് പറഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാലും ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എൻ ഇഷ്യൂ ഫോർ കമ്പയറിംഗ് ടു അതർ. Next, disadvantages. Database inefficiencies hide and arise when the model has large volumes of data. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ടേബിളൊക്കെ വെച്ച് ഡാറ്റ ചെയ്യുമ്പോൾ ഇതിനെന്തെങ്കിലും എനിവേ അത്തരം ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അതൊരിക്കലും നമുക്ക് അപ്പോൾ കണ്ടുപിടിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ പറഞ്ഞ ഇത്രയും അഡ്വാൻറ്റേജസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളത് അത്ര ഒരു അഡ്വാൻസ്ഡ് ലെവലിലാണ് അത് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ അത് ഹൈഡഡ് ആയിരിക്കും. പക്ഷേ നമ്മൾ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ വരുമ്പോൾ ഒരു പക്ഷേ ഇത്തരം ഇഷ്യൂസൊക്കെ അപ്പോഴാണ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരിക. അത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഒരു ഫെയിലിയർ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് അത് മാറും. കാരണം പെട്ടെന്നൊരു ഇഷ്യൂ വരുമ്പോൾ വരെ ഇല്ലാതൊരു ഇഷ്യൂ വരുമ്പോൾ അത് ഫെയിലിയർ ആയിട്ട് മാറും. The overheads of using relational data model comes with the cost of using powerful hardware and devices. നമ്മൾ ഇത്തരം റിലേഷണൽ ഡാറ്റ മോഡൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനനുസരിച്ച് അതിൻ്റെ ലോഡ് കൂടും. വർക്ക് ലോഡ് കൂടുന്നതോടുകൂടി എന്ത് ചെയ്യും, നമുക്ക് പവർഫുൾ ഹാർഡ്വെയറും അതിനനുസരിച്ചുള്ള മെമ്മറി ഡിവൈസസ് ഒക്കെ ആവശ്യം വരുന്നത് കോസ്റ്റ് കൂടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ഹൈറാർക്കിക്കൽ മോഡൽ എന്ന് പറഞ്ഞാൽ ട്രീ സ്ട്രക്ചർ. നിങ്ങൾ മൈൻഡിക്ക് അതാണ് വരണം കേട്ടോ. ഹൈറാർക്കിക്കൽ എന്ന് പറയുമ്പോൾ ട്രീ, നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഗ്രാഫ്. അപ്പോൾ ആ ഒരു സ്ട്രക്ചർ മൈൻഡിക്ക് വരണം, അതിനാണ് ഞാൻ പറയുന്നത്. റിലേഷണൽ മോഡൽ എന്ന് പറയുമ്പോൾ ടേബിൾ. ഓക്കെ, ഇനി ലാസ്റ്റ് നമ്മളുടെ മോഡലാണ് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ. ഇത് നമുക്ക് നെക്സ്റ്റ് മോഡൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. എങ്കിലും ഡാറ്റ മോഡൽ പറയുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പറയണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഡാറ്റ മോഡലിൽ നിങ്ങൾ ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. ഇയർ മോഡൽ ഈസ് ബേസ്ഡ് ഓൺ ദ നോഷൻ ഓഫ് റിയൽ വേൾഡ് എൻറ്റിറ്റീസ് ആൻഡ് റിലേഷൻഷിപ്പ് എമംഗ് ദം. നമ്മുടെ റിയൽ വേൾഡിലുള്ള കുറച്ച് കൺസെപ്റ്റുകളും അതിൻ്റെ റിലേഷൻഷിപ്പുമാണ് നമ്മൾ ഇതിനകത്ത് സൂചിപ്പിക്കുന്നത്. വൈൽ ഫോർമുലേറ്റിംഗ് റിയൽ വേൾഡ് സിനാരിയോ ഇൻ ടു ദ ഡാറ്റാബേസ് മോഡൽ, ദ ഇയർ മോഡൽ ക്രിയേറ്റ്സ് എൻറ്റിറ്റി സെറ്റ്, റിലേഷൻഷിപ്പ് സെറ്റ്, ജനറൽ ആട്രിബ്യൂട്ട്സ് ആൻഡ് കൺസ്ട്രെയിൻറ്റ്സ്. നമ്മൾ റിയൽ വേൾഡിൽ ഇത്തരം എൻറ്റിറ്റീസിനെ ഒരു ഇയർ മോഡലിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ അതിനകത്ത് എൻറ്റിറ്റി സെറ്റ് യൂസ് ചെയ്യുന്നു, റിലേഷൻഷിപ്പ് യൂസ് ചെയ്യുന്നു, ജനറൽ ആട്രിബ്യൂട്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നു. നമുക്കിതിനകത്ത് ഫിഗറൊക്കെ പറയുന്നുണ്ട്. ഇയർ മോഡൽ ഈസ് ദ ബെസ്റ്റ് യൂസ്ഡ് ഫോർ ദ കൺസെപ്ഷ്യൽ ഡിസൈൻ ഓഫ് ഡാറ്റാബേസ്. ഇയർ മോഡൽ എന്ന് പറഞ്ഞാൽ കൺസെപ്ഷ്യൽ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് മോഡലാണ്. എന്തൊക്കെയാണ് നമ്മുടെ ഇയർ മോഡലുള്ളത്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എൻറ്റിറ്റീസ് ആൻഡ് ദെയർ ആട്രിബ്യൂട്ട്സ്, ദെൻ റിലേഷൻഷിപ്പ് എമംഗ് എൻറ്റിറ്റീസ്. ഇതിനകത്തുള്ളത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എൻറ്റിറ്റീസ് ആണ്.
ഈ എൻറ്റിറ്റീസിന് അതിന് ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കും, അതായത് പ്രോപ്പർട്ടീസ്. അതിന് എന്തൊക്കെയോ ചില പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ സ്റ്റുഡൻ്റ് ആണ് എൻറ്റിറ്റി എങ്കിൽ സപ്പോസ് അതിൻ്റെ നെയിം അതിൻ്റെ പ്രോപ്പർട്ടിയാണ്, അത് ആട്രിബ്യൂട്ടാണ്. അതിൻ്റെ ഏജ് അതിൻ്റെ പ്രോപ്പർട്ടിയാണ്, ആട്രിബ്യൂട്ടാണ്. ആ കുട്ടിക്ക് എന്തെങ്കിലും മാർക്ക് ഉണ്ടെങ്കിൽ അത് ആട്രിബ്യൂട്ടാണ്. ഓക്കെ, എന്താണ് ഇവിടെ ഇതൊരു മോഡലാണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ മറ്റിലൊക്കെ യൂസ് ചെയ്ത് തന്നെയാണ് സ്റ്റുഡൻറ്റും അതിൻ്റെ നെയിമും ഇതൊക്കെയാണ്, പക്ഷേ ഓരോന്നിനും ഓരോ മോഡലായിട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മോഡലിൻ്റെ കേസ് വരുമ്പോൾ എന്താണ്, എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻ്റാണ്, അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ്, അതിൻ്റെ നെയിമും ഏജൊക്കെ ഇവിടെ ഫിഗർ കണ്ടല്ലോ. പിന്നെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എൻറ്റിറ്റീസിനിടയിലുള്ള റിലേഷൻഷിപ്പ് നോക്കാം. ഇവിടെ ഫിഗർ കണ്ടോ, എനിക്ക് അങ്ങോട്ട് പോയിൻ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതിനകത്ത് എൻറ്റിറ്റി കണ്ടോ, ആ ഒരു റെക്റ്റാങ്കിളിനകത്ത് കിടക്കുന്നതാണ് എൻറ്റിറ്റീസ്. പിന്നെ അതിൻ്റെ അകത്ത് കാണുന്ന കണ്ടോ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. പിന്നെ ആ രണ്ട് എൻറ്റിറ്റി തമ്മിൽ റിലേഷൻഷിപ്പും ഉണ്ട്. ജസ്റ്റ് ഫിഗറാണ്, ഈ ഫിഗർ മസ്റ്റാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ബേസിക്കലായിട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ഫിഗർ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഫിഗർ എനിക്ക് പോയിൻ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ്. അപ്പോൾ ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ഓരോ എൻറ്റിറ്റിക്കും അതിൻ്റേതായ ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കും. പിന്നെ അപ്പോൾ രണ്ട് എൻറ്റിറ്റീസ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് വെച്ച് നമ്മൾ ചെയ്യും. Then entity. An entity is an ER model. In an ER model is a real world entity having properties called attributes. Every attribute is defined by its set of values called domain. For example, school database, a student is considered as an entity. Student has various attributes like name, age, class, etc. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഒരു റിയൽ വേൾഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഇപ്പോൾ സപ്പോസ് സ്റ്റുഡൻ്റ് ഒരു എൻറ്റിറ്റിയാണ്, അതിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയായിരിക്കും, അതിൻ്റെ നെയിം, ഏജ്, ക്ലാസ്, എക്സെട്ര, അതൊക്കെ അതിൻ്റെ ആട്രിബ്യൂട്ടായിരിക്കും. അതിനകത്ത് എന്തെങ്കിലും വാല്യൂ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ ഡൊമെയിൻ എന്നും പറയും. അപ്പോൾ നിങ്ങൾ ബേസിക് ലെവലിൽ ഇത് പഠിച്ചു പോകട്ടോ, കാരണം നമ്മൾ പിന്നെ ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വരരുത്. പിന്നെ റിലേഷൻഷിപ്പ്, ദ ലോജിക്കൽ അസോസിയേഷൻ എമംഗ് എൻറ്റിറ്റീസ് ഈസ് കോൾഡ് റിലേഷൻഷിപ്പ്. നമ്മളിപ്പോൾ പറഞ്ഞ എൻറ്റിറ്റീസുകൾക്കിടയിൽ തമ്മിൽ നടക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് എന്താണ് നമ്മളിവിടെ പറയുന്ന റിലേഷൻഷിപ്പ്. അതായത് ഇപ്പോൾ സ്റ്റുഡൻറ്റും ഡിപ്പാർട്ട്മെൻറ്റും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടാവുമല്ലോ, കാരണം CS സ്റ്റുഡൻസിനാണ് CS ഡിപ്പാർട്ട്മെൻറ്റായിട്ട് റിലേഷൻ ഉണ്ടാവുക. Relationships are mapped with entities in various ways. Mapping coordinates define the number of association between two entities. അപ്പോൾ രണ്ട് എൻറ്റിറ്റീസ് തമ്മിൽ പല ടൈപ്പിൽ മാപ്പിംഗ് പോസിബിൾ ആണ്. 1 to 1, 1 to many, many to 1, many to many. ഇത്തരം കാര്യങ്ങളൊക്കെ പോസിബിളാണ്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ടൈം അതിന് വേണ്ടി വേസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ജസ്റ്റ് ഈ ഡാറ്റ മോഡൽസിനകത്ത് ഞാൻ ജസ്റ്റ് ഈ മാപ്പിങ്ങും അതേപോലെ എന്തൊക്കെയാണ് മോഡൽ ഉള്ളതെന്നൊക്കെയാണ് ജസ്റ്റ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്, ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇനി ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആ മൊഡ്യൂൾ പറയുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പോൾ എക്സാമിന് ഡാറ്റ മോഡൽസ് ചോദിക്കുമ്പോൾ ഈ 4 ടൈപ്പും പറയണം. ഇനി ഒരുപാട് ടൈപ്പ് ഉണ്ട്, പക്ഷേ ജനറലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ടൈപ്പാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് പറയുമ്പോൾ നിങ്ങൾ ആ നെക്സ്റ്റ് മൊഡ്യൂളിലുള്ള കൺസെപ്റ്റൊക്കെ നിങ്ങൾക്ക് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നോക്കുക, അതിനനുസരിച്ച് നിങ്ങൾക്ക് അറിയുന്ന കൺസെപ്റ്റുകളൊക്കെ അതിലേക്ക് എലാബറേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. ജസ്റ്റ് ഒരു കൺസെപ്റ്റ് ഇതിൽ തന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിന്ന് പഠിച്ചത്, ഡാറ്റ മോഡൽ എന്താണെന്ന് പഠിച്ചു. നമ്മൾ കൊടുക്കുന്ന ഡാറ്റാ ബേസിൻ്റെ ഒരു അബ്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ ലോജിക്കൽ സ്ട്രക്ചറാണ് ഡാറ്റ മോഡൽസ് അല്ലേ. ഇനി എന്തൊക്കെ ടൈപ്പ് ഉണ്ടെന്നാണ് പഠിച്ചത്. ഹയറാർക്കിക്കൽ മോഡൽ എന്ന് പറയുമ്പോൾ മൈൻഡിക്ക് ആദ്യം വരാറാണ് ട്രീ സ്ട്രക്ചർ. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് എഴുതാം. പിന്നെ വന്നത് നമ്മൾ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും മസ്റ്റായിട്ട് അതൊക്കെ എഴുതണം കേട്ടോ. നെറ്റ്വർക്ക് മോഡൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന എന്താണ്, ഗ്രാഫ്. അപ്പോൾ ഗ്രാഫിൽ ലിങ്കൊക്കെ കൊടുത്തിട്ടുള്ള ഇങ്ങനെ ഒരു ഫിഗർ വരക്കാം, അഡ്വാൻറ്റേജസ് കൊടുക്കാം, ഡിസഡ്വാൻറ്റേജസ് കൊടുക്കാം. പിന്നെ വന്ന കൺസെപ്റ്റാണ് റിലേഷണൽ മോഡൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ മൈൻഡിലേക്ക് വരണം ടേബിൾസ്. അപ്പോൾ ടേബിൾസ് റോസും കോളേഴ്സൊക്കെ വെച്ച് കൊടുക്കുക, ഇങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന എക്സാമ്പിളൊക്കെ വെച്ച് കൊടുക്കുക. ഈ ഒരു എക്സാമ്പിൾ തന്നെ കൊടുക്കട്ടെ, സിമ്പിളാണ്, മനസ്സിലാവും ചെയ്യും. പിന്നെ വരുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസൊക്കെ കൊടുക്കണം. പിന്നെ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡലാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് മൊഡ്യൂളിൽ പറയും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ ജസ്റ്റ് കൺസെപ്റ്റ് ഇവിടെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഫിഗറൊക്കെ വെച്ച് സിമ്പിളാണല്ലോ, ഫിഗറൊക്കെ വെച്ച് നിങ്ങൾ ബേസിക് ലെവലിൽ ലോജിക്കലി കാര്യങ്ങൾ പഠിച്ചു പോയാൽ ഇറ്റ് വിൽ ബി ഈസി. പിന്നെ ഫോണ്ട് സൈസിൻ്റെ പ്രശ്നം ഒരു പക്ഷേ പിള്ളേർക്ക് പറയാനുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മുടെ വിരൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് സൂം ചെയ്ത് വരും. ഓക്കെ, അങ്ങനെ ആ പ്രശ്നം സോൾവ് ചെയ്യാം. നോട്ട് എഴുതുമ്പോഴാണല്ലോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വരിക. അതല്ല എന്നിട്ടും സൊല്യൂഷൻ കാണുന്നില്ലെങ്കിൽ എന്നെ മെസ്സേജ് ചെയ്യുക, ഷുവറായിട്ട് നിങ്ങൾക്കുള്ള സൊല്യൂഷൻ ഞാൻ കണ്ടെത്തി തരും. ഓക്കെ, പക്ഷെ നിങ്ങൾ പറയണം, കാരണം നിങ്ങൾ മൈൻഡിൽ വെച്ചപ്പോൾ എനിക്ക് അതുകൊണ്ടൊരു കാര്യമില്ലല്ലോ. നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും സൊല്യൂഷൻ അതാ നമ്മളുടെ നേരത്തെ ഫിഗറൊക്കെ പോയിൻ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഓക്കെ, എനിവേ വീഡിയോ വാച്ച് ചെയ്യുക, നോട്ട്സൊക്കെ എഴുതിയെടുക്കുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.